ഇനി കോട്ടയത്തേക്ക് പോയാൽ അവിടെ ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ്. മച്ചക്കരയിൽ വീട് തകർന്നു. ചോറ്റി സ്വദേശി സണ്ണിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് കേടുപാട് പറ്റി. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജോസി ബാബു കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകും. ജോസി, ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളപായമൊന്നുമില്ലല്ലോ അല്ലേ? അമൃത, ഇടവിട്ട് ശക്തമായ മഴ ഇന്നും കോട്ടയം ജില്ലയിൽ തുടരുകയാണ്. ജില്ലയിൽ മഴ കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ രണ്ടിടത്ത് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റക്കരയിൽ ജോജോ ജോസഫ് എന്ന ആളുടെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ ചോറ്റിയിൽ സണ്ണി എന്ന ആളുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ആ വീട്ടുകാർ ഉറങ്ങിക്കിടന്നപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. ആ വീട്ടുകാർ അവിടെയും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും മഴയുടെ കെടുതികൾ ജില്ലയിൽ വ്യാപകമാണ്. ഇന്നലെ ശക്തമായ കാറ്റിൽ പലയിടത്തും വൈദ്യുതി തടസ്സവും വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സ്ഥാപിച്ചിട്ടില്ല. എന്നാലും ഇപ്പോഴും ശക്തമായ മഴ ഇടവിട്ട് ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്.